ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് മനസ്സിലായോ? വിഷുക്കട്ട. ഇത് വിഷുക്കട്ട എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ ഭയങ്കര പണിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഈ ഉണങ്ങലരി കൊണ്ടാണ് സാധാരണ വിഷുക്കട്ട ഉണ്ടാക്കുക. ഈ ഉണങ്ങലരി വേവാൻ കുറേ സമയം വേണം. അപ്പോൾ നമ്മളിത് കലത്തിലൊക്കെ ഇട്ട് വിഷുക്കട്ട ഉണ്ടാക്കാൻ നിൽക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും ഇത് വെന്ത് വരണമെങ്കിൽ. പക്ഷേ ഇത് നമ്മൾ എളുപ്പത്തിൽ കുക്കറിലാണ് ചെയ്യണത് കേട്ടോ. കുക്കറിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ അരി വെന്ത് കിട്ടും. പിന്നെ ഒരു 10 മിനിറ്റും കൂടെ, 10 മിനിറ്റൊന്നും വേണ്ട, പിന്നെയും ഒരു 5 മിനിറ്റും കൂടെ അതിൻ്റെ ബാക്കിയുള്ള മിനുക്ക് പണികളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വിഷുക്കട്ട റെഡിയായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വിഷുക്കട്ടയാണ് കാണിക്കുന്നത് കേട്ടോ. സാധാരണ പോലെയാണെങ്കിൽ നമ്മൾ കലത്തിലൊക്കെ ഇട്ടിട്ട് അരിയിട്ട് ഇളക്കി 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 സമയം പോയിട്ടാണ് വിഷുക്കട്ട ഉണ്ടാക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അന്ന് മാത്രമല്ലേ ഈ വിഷുക്കട്ട കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെറുതെ ഇപ്പം സമയം ഇല്ലല്ലോ പണ്ടത്തെ പോലെ. അപ്പോൾ നമ്മൾ സമയം കളയാണ്ട് എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് ഉണങ്ങലരി 1 കപ്പ് എടുത്തിട്ട്, ഉണങ്ങലരി എന്ന് പറഞ്ഞാൽ പായസം വയ്ക്കാനും അമ്പലത്തിലൊക്കെ പായസം വയ്ക്കുന്ന അരിയാണ് ഈ ഉണങ്ങലരി കേട്ടോ. അത് 1 കപ്പ് എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകുക. അതിൻ്റെ വെള്ളം തെളിയുന്ന വരെ നമ്മൾ കഴുകി അത് കൊണ്ടുവരിക. ഉണങ്ങലരി വേവാൻ കുറേ സമയം വേണം, അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കഴുകി നമ്മൾ ഒരു അരമണിക്കൂർ മിനിമം ഒന്ന് കുതിർത്താൻ വെക്കുക. വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വേഗം വെന്ത് കിട്ടും. അതിന് നല്ല സമയം എടുക്കും. സാധാരണ പച്ചരി പോലെയല്ല ഉണങ്ങലരി. അങ്ങനെ ഇത് കുറച്ച് നേരം അരമണിക്കൂർ വെള്ളം ഒഴിച്ചിടുക. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ അത് അരമണിക്കൂർ വെള്ളം ഒഴിച്ചിട്ടു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കുക്കറിലാണല്ലോ ഇത് ചെയ്യണത്. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അരി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നാളികേരപ്പാലാണ് വേണ്ടത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് നാളികേരപ്പാൽ വേണം. അപ്പോൾ 1 നാളികേരം എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പോളം 1/4 പാൽ എടുത്ത് വയ്ക്കുക. അതായത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നാളികേരം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് കട്ടിയുള്ള പാൽ കിട്ടും. പിന്നെ ബാക്കിയുള്ള പീരയിൽ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ 2 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ എടുക്കുക. അപ്പോൾ ആ പാലാണ് ഇപ്പോൾ ഇതിലൊഴിച്ച് കൊടുത്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് ഇളക്കി നമ്മൾ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഫസ്റ്റ് വിസിൽ വന്നിട്ട് 5 മിനിറ്റും കൂടെ സിമ്മിലിടുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. നമ്മുടെ അരി വെന്തിട്ടുണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. കൃത്യം അത്ര സമയം മതി. നമ്മൾ അത്ര വെള്ളമല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ വേണ്ട, കറക്റ്റ് വെള്ളമായിരുന്നു. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണ പോലെ കറക്റ്റ് വെള്ളമാണ്. കാരണം നമുക്ക് ഇളക്കി സമയം കളയാനില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര കറക്റ്റ് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറ്റണ വരെ നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണ്ടേ. ഇപ്പോൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ അരി. അപ്പോൾ അത്രയും വേഗം വെന്ത് വരും. പിന്നെ നമ്മളതിലേക്ക് ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ അത് ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകവും, ഒരു 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി കേട്ടോ. 1/4 തൊട്ട് അര വരെ ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ 1/4 പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അത് 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് അത്രയും എടുക്കാം. അത് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക കേട്ടോ. സിമ്മിലിട്ടാൽ മതി. കാരണം ഇത് കുറച്ച് വെള്ളമല്ലേ, ഇനി വറ്റിക്കാനൊന്നും അധികം ഇല്ലല്ലോ. എല്ലാം നേരത്തെ നമ്മൾ കറക്റ്റ് പാകത്തിനാണ് വെള്ളം ഒഴിച്ച കാരണം കൂടുതൽ ഇളക്കി സമയം പോവില്ല. അപ്പോൾ ഇതാ ചെറിയ തീയിൽ സിമ്മിലിട്ടിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാതും കൂടെ ഉപ്പൊക്കെ ഒന്ന് അലിയട്ടെ. പിന്നെ അധികം സമയമൊന്നുമില്ല, 1/4 പാൽ ഒഴിച്ചതല്ലേ. ഇനി അധികം സമയമൊന്നും വയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം കൂടെ പാകമായി വരുമ്പോൾ നമ്മുടെ വിഷുക്കട്ട റെഡിയായി. ഇത്രയും സമയമുള്ളൂ, ഇത്ര സമയം മതി. ഇതിനാണ് നമ്മൾ പണ്ട് കലത്തിലിട്ടിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കി 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 സമയം കുറേ കളയണത്. ഒക്കെ റെഡിയായിട്ടാ. ഇത് സാധാരണ കുറേ സമയത്ത് ഇളക്കി ഉണ്ടാക്കുന്ന വിഷുക്കട്ടയും ഈ വിഷുക്കട്ടയും തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. ഇനി ഇത് ഇടാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയാണ്, അത് തടവി കൊടുത്തിട്ട് പിന്നെ കഴിഞ്ഞു. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ പാകമായി. ഇനി നമ്മൾ എണ്ണ പുരട്ടിയ പാത്രത്തിലേക്ക് അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് നന്നായിട്ടിങ്ങനെ നിരത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് തണുക്കുമ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുക. പിന്നെ ഇത് കഴിക്കാനായിട്ട് ശർക്കര, നാളികേരപ്പാലിൽ ശർക്കര ഉരുക്കി
ആ പാനി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഇത് എരിശ്ശേരിയില്ലേ, മത്തങ്ങയോ കായോ, ഇപ്പോൾ കായും പയറും അല്ലെങ്കിൽ മത്തങ്ങയും പയറൊക്കെ എരിശ്ശേരി അത് കൂട്ടിയിട്ടും കഴിക്കും നമ്മുടെ ഇവിടെ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ കൂട്ടിയിട്ടാണ് ഇതിനെ കഴിക്കുക. അപ്പോൾ ശർക്കരപ്പാനി എല്ലായിടത്തും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടില്ല, മധുരമുള്ളത് അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വിഷുക്കട്ട എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വിഷുക്കട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഈ വിഷുവിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.